ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തല്ല, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഇപ്പം ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് നല്ല കോൾഡും തൊണ്ടവേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം പോലെ തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഖത്തറിലുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളും റൊട്ടീനും നമ്മൾ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ചെറിയൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു വിശേഷം കൂടെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിലുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷമുള്ള എൻ്റെ ഒട്ടുമിക്ക ദിവസങ്ങളും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവല്. വലിയ മാറ്റവും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവലില്ല. അപ്പോൾ ദാ രാവിലെ അച്ചിക്കാക്ക് 7 മണിക്കേക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. അപ്പോൾ ആള് എണീച്ച് ചായയും എഗ്ഗും ബ്രെഡും ഒക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സമയം ഉറങ്ങി എണീച്ചിട്ടാണ് ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ദാ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീനും ലിപ് ബാമും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാലാവസ്ഥയ്ക്ക് സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് എന്തോ പോലെ ആയിപ്പോവും. അപ്പോൾ ഞാനിവിടെ യൂസാക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീമും അതേപോലെ തന്നെ സൺസ്ക്രീനും ലിപ് ബാമും ഒക്കെ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടാ. അങ്ങനത്തെ എൻ്റെ ക്രീം വരട്ടലും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ബെഡ് വിരിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ആ ഒരു ബെഡ് ഇങ്ങനെ വിരിച്ച് ക്ലീനായിട്ട് നീറ്റായിട്ട് കാണുമ്പോൾ വലിയൊരു ആശ്വാസമാണല്ലേ ഉണ്ടാവാൻ. നാട്ടിലാണെങ്കിലും ഇതേപോലൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കല. ഇന്ന് പാസ്ത ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കില്ല എന്നിട്ടാ ചെയ്യാറുള്ളത്. അപ്പോൾ ദാ ഇന്ന് കുറച്ച് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇൻഷാ അള്ളാ നാട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റെസിപ്പീസൊക്കെ കാണിക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാസ്ത എന്നിട്ടാ ഇത്. വേഗം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പാസ്ത ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടിയിട്ട് അങ്ങനെ ബ്രഞ്ചായിട്ട് ഞാൻ കഴിക്കലാന്ന് കേട്ടോ. ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ കുറച്ചധികം ലേറ്റ് ആവലുണ്ട്. അപ്പോൾ ആ ഒരു ഉച്ച സമയത്ത് ഒരു ഉച്ചരയാകുമ്പോഴാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മാംഗോ ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ നമ്മളെ അലക്കാനുള്ള തുണികളെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ അതൊക്കെ അലക്കി സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ വേഗം തന്നെ ഒന്ന് പുറത്ത് ഉണങ്ങാനായിട്ട് ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ തുണിയും കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ വേഗം തന്നെ ഉള്ളിലേക്ക് വന്നിട്ട് ഹോളും റൂമും ഒക്കെ ഒന്ന് അടിച്ചു വാരിയെടുക്കല. പൊടിയും കച്ചറയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഡെയിലി അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ എന്താ പോലെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ദാ ഞാൻ വേഗം ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നമ്മളെ ഹോം ടൂർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ദാ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പുറത്തുള്ള ആ ഒരു വ്യൂ വന്നിട്ടാ ഇത്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നാട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ചെടിയും പച്ചപ്പും കാര്യങ്ങളൊക്കെ അല്ലേ കാണാൻ. ഇവിടെ മൊത്തത്തിൽ വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് കാണാൻ. അങ്ങനെ ദാ നമ്മൾ താമസിച്ച വില്ലയും അതിൻ്റെ ചുറ്റുപാടും വില്ലയുടെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഇങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ വാ നമ്മൾ താമസിച്ച വീട് ഒന്ന് കണ്ടിട്ട് വരാലോ. ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ കാണുന്ന ആ ഒരു ഏരിയ വന്നിട്ടാണ് ഇത്. ഇവിടെ 3 ഫാമിലി റൂംസാണുള്ളത്. വലത് ഭാഗത്ത് കാണുന്ന ആ ഒരു റൂം വന്നിട്ടാണ് നമ്മളുള്ളത്. പുറത്ത് കാണുന്ന കച്ചറയും കാര്യങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. വീടിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ വലിയൊരു പാസേജ് വന്നിട്ട് ഉള്ളത്. അതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഇതാ നമ്മളെ കിച്ചൺ ഉണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെ വന്നിട്ട് ഇത്. ഇവിടെയായിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. മിക്സിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്കിലായിട്ട് ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സും എഗ്ഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
എന്താ മസാലപ്പൊടികളും ചായപ്പൊടി പഞ്ചസാര കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു സിങ്കും അതേപോലെ തന്നെ ഒരു ഗ്യാസും ഒക്കെ കൂടെയുള്ള അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു കിച്ചനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇതാ കിച്ചണിന് നേരെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളെ ഹോള് വരുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഹോളൊന്ന് തുറന്ന് കാണിക്കാം. ഹോളും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹോളിലിതാ സോഫയും ടീപ്പോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹോളിൽ നിന്ന് നേരെ ബെഡ്റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഒറ്റൊരു ബെഡ്റൂമുള്ള വീടാണ് കേട്ടോ ഇത്. റൂമാണെങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൊണ്ടും കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇത്. അലമാരുണ്ട്, ഒരു സോഫ ഉണ്ട്, ഡ്രസ്സിങ് അലമാരയും വാഷ്റൂമിലാണെങ്കിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഖത്തറിൽ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീട് എന്ന് പറയുന്നത്. ഒരു കിച്ചണും അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഹോളും ബെഡ്റൂമും ബാത്റൂമും വാഷിംഗ് മെഷീനും ഗ്യാസും കറണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഈ വീഡിയോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അതൊരു മെമ്മറീസ് അല്ലേ. അപ്പോൾ അതിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ മെയിനായിട്ടുള്ള പണി എന്ന് പറയുന്നത്. ഈ ഹോം ടൂർ എടുക്കലെല്ലാം ഈ വീഡിയോൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുക, അതേപോലെ തന്നെ അടിച്ച് വാരുക, ക്ലീൻ ആക്കുക, അലക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആറിയിടുക. ഇതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ദിവസത്തെ പണി എന്ന് പറയുന്നത്. അങ്ങനത്തെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ളുഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ടേനും. 11:20 കേട്ടോ ഇവിടെ ളുഹർ ബാങ്ക് കൊടുക്കാൻ. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നോട്ട്സൊക്കെ എഴുതാനുള്ളത് എഴുതി. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വിശേഷമുണ്ട് എന്നുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ ഈ വർഷം എനിക്ക് ഉംറയ്ക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഡിസംബർ 3-ാം തീയതിയാണ് കേട്ടോ ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ട്രാവൽസിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടേനും. വൈകുന്നേരം അച്ചയ്ക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേനും ഒരു വലിയ യാത്രേൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഖത്തറിലേക്ക് വന്നിട്ടുള്ളതെന്ന്. അത് എവിടേക്കാണെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ത ഉംറക്കല്ലേ പോകുന്നതെന്ന് ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഉംറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ നിർവഹിക്കാനും കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ ചെയ്തു വരികാനും എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അങ്ങനത്തെ നമ്മൾ ട്രാവൽസിലൊക്കെ ഉംറയ്ക്ക് വേണ്ടിയിട്ട് ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അച്ചയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പിന്നെ വൈകുന്നേരം നമ്മൾ എല്ലാ ദിവസവും പുറത്ത് പോകാറുണ്ട്. ഇവിടെ ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാ ദിവസവും നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട്. അങ്ങനെ പുറത്ത് വന്നിട്ടുള്ളതാണ് ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്നുള്ളത്. എല്ലാവരും പറയും ഖത്തർ ചെറിയൊരു രാജ്യമാണ് എന്നുള്ളത്. പക്ഷേങ്കിലുണ്ടല്ലോ കണ്ടാലും തീരാത്തത്രയും മതിവരാത്തത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് കേട്ടോ ഇത്. കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നുള്ളത്. ഓരോ ദിവസവും ഓരോരോ അത്ഭുതങ്ങളാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാഴ്ചകളായിട്ടുള്ളത്. ഇവിടെയുള്ള ബിൽഡിങ്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അടിപൊളിയായിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ നമ്മളെ ഖത്തർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സൂഖ് വാക്കിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. പോയ എല്ലാ സ്ഥലങ്ങളൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. എന്നാലും പറ്റാവുന്ന രീതിയിൽ ഷോർട്സ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ നമ്മൾ സൂഖ് വാക്കിഫിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നടന്നു കഴിഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്ന, കണ്ണിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് അറബ്സിൻ്റെ ട്രഡീഷണൽ ഐറ്റംസും കാര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് നടക്കാനുണ്ട്. എന്നാൽ കാണുന്ന കാഴ്ചയുടെ ആ ഒരു ഭംഗി കാരണം നടത്തത്തിൻ്റെ ദൂരം നമുക്ക് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടാ. അറബ്സിൻ്റെ ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ നടന്ന് നീങ്ങുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാഴ്ചയും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ.
സൂക്ക് വാക്കിഫിന്ന് ഒരുപാട് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ മുഷ്രിബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ ഉണ്ടല്ലോ പഠിച്ചോനെ എന്തൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണെന്നറിയോ. പിന്നെ ഇതാ ഇതിൻ്റെല്ലോ ഫിഫ വേൾഡ് കപ്പിൻ്റെ എന്തോ ഒരു എക്സ്പോ പോലെയുള്ള ആ ഒരു സംഭവം വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഷരിബിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടേക്കുള്ള മെട്രോ ട്രെയിനിൻ്റെ ട്രാമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. യൂറോപ്യൻ കൺട്രീസിലെ വഴിയോരങ്ങൾ കണ്ട് അതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് പോലും കേട്ടോ ഇത്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ഈ ഒരു കാഴ്ച കാണുമ്പോണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ബിൽഡിങ്സും ലൈറ്റ്സും എങ്ങനെയാണ് എനിക്ക് പറഞ്ഞറിയിക്കണ്ടേന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ വീഡിയോയിൽ എനിക്ക് എത്രത്തോളം അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നറിയില്ല. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഒരുപാട് അടിപൊളി വന്നിട്ടാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇതുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ടാണ് നേരിട്ട് കാണുന്നത്. ഇങ്ങനെ ഒരാൾ പാട്ട് പാടലും ഗിറ്റാർ വായിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പാട്ട് പാടുന്നതൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ടേനു കേട്ടോ. എല്ലാവരും ഒരുപാട് പ്രോത്സാഹനങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടേനു. അങ്ങനത്തെ നമ്മൾ ഒരുപാട് ദൂരം നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു ഭാഗത്ത് പോകുന്ന സമയത്ത് മുഷ്രിബ് എന്ന് കാണിക്കും, മറ്റേ ഭാഗത്തേക്ക് പോകുന്നേരം സൂക്ക് വാക്കിഫ്. രണ്ട് സ്ഥലങ്ങളാണ്, രണ്ട് അടിപൊളി എന്താ പറയുക, രണ്ട് തരത്തിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പക്ഷെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ തിരിച്ച് സൂക്ക് വാക്കിഫിലേക്ക് തന്നെ നടന്ന് എത്തിയിട്ടുണ്ട്. അങ്ങനെ സൂക്കിലെത്തി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി ചോക്ലേറ്റിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് അറബിക് മസാലാസും ഒറിജിനൽ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടൊരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട് സൂക്കിലുള്ള. അങ്ങനെ അതൊക്കെ ഒന്ന് വാങ്ങലാം. പിന്നെ കുറച്ച് മുന്നേ വൈറലായിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ, കുനാഫ ചോക്ലേറ്റ്, എനിക്ക് സത്യം പറയാന്ന് വെച്ചാൽ ഇഷ്ടമില്ലാത്തൊരു ചോക്ലേറ്റാണ് കേട്ടോ ഇത്. പക്ഷേങ്കിൽ ആ ഒരു ഷോപ്പിലുള്ള ആൾ നിർബന്ധിച്ചിട്ട് ഒരു പീസ് എടുപ്പിച്ചിട്ടുണ്ടെങ്കിലും കഴിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടമായിട്ടില്ല. ആ ചോക്ലേറ്റില്ലാണ്ട് വേറെ ചോക്ലേറ്റ്സും അതേപോലെ തന്നെ മസാല പൗഡറും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് നമ്മളിതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോകാന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളുണ്ടല്ലോ ഹോട്ടൽ കണ്ണൂക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഈ ഒരു ഹോട്ടലിൽ കയറിയ സമയത്തുണ്ടല്ലോ ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയ ആ ഒരു ഫീലാണ് കേട്ടോ ഉള്ളത്. നല്ലൊരു അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഷോപ്പിലുള്ളത്. പിന്നെ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനത്തെ ഫസ്റ്റ് തന്നെ ഒരു സലാഡും ഉണ്ടാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മീൻ പൊള്ളിച്ചതും നെയ്പ്പത്തിലും വന്നിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.